കൊച്ചിയിൽ നിന്ന് ഫുട്ബോൾ ആവശ്യം പങ്കുവച്ച് കിരൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കളിച്ച 5 മത്സരങ്ങളിലും ഗോളിന് വഴങ്ങാതിരുന്ന സ്പെയിൻ ഇന്ന് വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് മത്സരത്തിന് ഇറങ്ങിയത്. ബെൽജിയത്തിനെതിരെ 2 ഗോളുകൾക്കാണ് സ്പെയിൻ വിജയിച്ചിരിക്കുന്നത്. ഏതായാലും മത്സരം തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ ആദ്യ 30 മിനിറ്റിനുള്ളിൽ തന്നെ സ്പെയിൻ ഗോൾ നേടിയിരുന്നു. ഏതായാലും വലിയ ആവശ്യത്തിൽ ഇനിയിപ്പോൾ സ്പെയിൻ സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും കൊച്ചിയിലെ കറുകപ്പള്ളിയിൽ ഇവിടെ ഫുട്ബോൾ ആരാധകർ നിരവധി ആളുകളുണ്ട്. എല്ലാ മത്സരങ്ങളൊക്കെ വലിയ ആവേശത്തോടെ തന്നെ കണ്ട ആളുകളാണ്. ഏതായാലും ഇന്നത്തെ മത്സരവും വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു ഇവർ കണ്ടിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? നല്ല കളി. സ്പെയിൻ ഫാനാണോ ബെൽജിയം ഫാനാണോ? അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാ കളിയും കാണുന്നു. എല്ലാ കളികളും കണ്ടുകൊണ്ടിരുന്നതാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ 5 മത്സരങ്ങളൊക്കെ കൂടി കണ്ടിട്ടുണ്ടാവും സ്പെയിൻ്റെ. ഇന്നത്തെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ നല്ലതായിരുന്നു, കുഴപ്പമില്ല. ഏതായാലും വലിയ ആവേശമായിരുന്നു ഇന്നത്തെ മത്സരം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം ഇന്നത്തെ? നല്ല മത്സരമായിരുന്നു, അടിപൊളിയായിരുന്നു. സ്പെയിൻ്റെ കളി എങ്ങനെയുണ്ടായിരുന്നു? നല്ല കളിയായിരുന്നു. ഏതായാലും വലിയ ആവേശം ആരാധകർ പങ്കുവെക്കുന്നതും ആ കാര്യം തന്നെയാണ്. നല്ലൊരു മത്സരമായിരുന്നു സ്പെയിൻ കാഴ്ചവെച്ചത് എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഫാബിയാൻ റൂയിസ് ആയിരുന്നു സ്പെയിനിന് വേണ്ടി ആദ്യ ഗോൾ നേടിയത്. 30-ാം മിനിറ്റിൽ ഗോൾ നേടുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് 41-ാമത്തെ മിനിറ്റിൽ തന്നെ വീണ്ടും ചാൾസ് ഡി കെറ്റലോ മറുപടി ഗോള് ബെൽജിയത്തിന് വേണ്ടി നേടുകയുണ്ടായിരുന്നു. അതിനുശേഷം 2-ാം പകുതിയിലാണ്, അതിൽ 88-ാമത്തെ മിനിറ്റിലാണ് മൈക്കൽ മെറിക്കോ സ്പെയിനിന് വേണ്ടി വീണ്ടും ഗോൾ നേടുന്നത്. ഏതായാലും വലിയൊരു ആവേശത്തോടുകൂടി തന്നെ ഈ ക്വാർട്ടർ മത്സരം കടന്നിരിക്കുകയാണ് സ്പെയിൻ. ഇനിയിപ്പോൾ സെമി മത്സരം, അത് ഫ്രാൻസിനോടാണ് സെമി മത്സരമുള്ളത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം കിരൺ കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.